ശ്രീ വി എൻ വാസവൻ മിനിസ്റ്റർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. മിനിസ്റ്റർ ഇപ്പോൾ കോട്ടയത്തെ നഗരമധ്യത്തിൽ അവിടുത്തെ ഒരു വ്യവസായിയും ഭാര്യയും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട വാർത്തയാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താണ് മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ പറയാനാവുക? വിജയകുമാർ കോട്ടയം പട്ടണത്തിലെ ഒരു സൗമ്യനായ ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥനും അവിടുത്തെ ഹോസ്റ്റലുകളുടെ എല്ലാം ഉടമസ്ഥനും മറ്റു ചില ബിസിനസ്സുകളുമെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു പ്രവാസിയായിരുന്നു. വളരെ സൗഹൃദമായി എല്ലാവരോടും പെരുമാറുന്ന, ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട, ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരു ബിസിനസ്മാനായിരുന്നു അദ്ദേഹം. പ്രവാസി ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ഈ ഓഡിറ്റോറിയം തുടർന്നുള്ള ബിസിനസ്സുകളുമെല്ലാം. പൊതുവിൽ ബഹുജനങ്ങളോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുകയും നല്ല സൗഹൃദം സ്ഥാപിച്ചൊക്കെ നിന്നിരുന്ന ശാന്തനായ ഒരു പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം. ഇപ്പോ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചോളം പോലീസ് സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ അവിടെ വീട്ടുവേലയ്ക്ക് മുമ്പ് നിന്നിരുന്നൊരു ആസാം സ്വദേശി അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും പണം മോഷ്ടിക്കുകയും ചെയ്തതിനെ തുടർന്ന് വെസ്റ്റ് പോലീസിൽ കേസ് കൊടുത്തിരുന്നു. അന്ന് പോലീസ് അന്വേഷിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ജാമ്യത്തിൽ വിട്ടതാണ്. അതിനെ തുടർന്നാണ് പിന്നീട് ഒരു പ്രതികാര ബോധം അതിലുണ്ടായി കാണൂ എന്നതാണ് പോലീസ് സംശയിക്കുന്ന ഒരു കാര്യം. അപ്പോ അവർ അന്വേഷണത്തിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡോഗും അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. കുറ്റാന്വേഷണ രംഗത്തെ മികവ് പ്രകടിപ്പിച്ച ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരുടെ അന്വേഷണത്തിന്റെ ഉള്ളടക്കം പുറത്തു വന്നെങ്കിലേ മനസ്സിലാകാൻ കഴിയൂ. തൽക്കാലം ഒരു ആസാമിയെ അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്ന അവസാനത്തെ സ്ഥിതി. മിനിസ്റ്റർ, വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ നഗരമധ്യത്തിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്ന ദമ്പതികൾ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവിടെ പ്രായം ചെന്ന മറ്റൊരു ജോലിക്കാരനും ഉണ്ടെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കാഴ്ചശക്തി കുറവാണ്, കേൾവിശക്തി കുറവാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കഴിയുന്ന ഒരുപാട് പേർ കോട്ടയം പോലുള്ള സ്ഥലത്തൊക്കെ ധാരാളമുണ്ട്. അതൊരു പൊതു വിഷയമായി തന്നെ പരിഗണിക്കേണ്ട ഒരു കാര്യമായി മാറുകയല്ലേ? ഈ സംഭവം കോട്ടയത്തിന്റെ മധ്യത്തിലല്ല, കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള തിരുവാതിക്കലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ശരി. അതുപോലെ ഇവര് 70 വയസ്സുള്ള ഒരു ബിസിനസ്മാൻ ആണ്. ഭാര്യയ്ക്കും മീരയ്ക്കും അതിനടുത്ത് പ്രായമുണ്ട്. അവർക്ക് സഹായിയായി വീട്ടിൽ മറ്റൊരാളുണ്ടായിരുന്നു. വിജയകുമാർ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവിടെ കേന്ദ്രീകരിച്ച് ബിസിനസ്സും അതുപോലെ തന്നെ കുടുംബജീവിതവും ആരംഭിച്ചത്. പൊതുവെ നമ്മുടെ നഗരത്തിലെ ആളുകളെല്ലായിട്ട് നല്ല സൗഹൃദം പുലർത്തി ഒപ്പം ശാന്തമായ രൂപത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിർവഹിച്ചും ബിസിനസ് നടത്തിയും പോയിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ശത്രുതാപരമായ സാഹചര്യങ്ങൾ ആർക്കുമായിട്ടും നമുക്കറിയില്ല. ആകെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ജോലിക്കാരൻ ഫോൺ മോഷ്ടിച്ചതും പണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതായിരുന്നു പോലീസിൽ കേസ് കൊടുക്കുകയും അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്നാണ് മറ്റു കാര്യങ്ങൾ എന്ന് സംശയിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും കൊലപാതകി ഒരാളാണോ അതോ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ള സംശയമൊക്കെ നിലനിൽക്കുകയാണ്. ഒരു കോടാലി വീടിന് പിറകിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജോലിക്ക് നിന്നിരുന്ന അസം സ്വദേശി അമിത് ആണ് കസ്റ്റഡിയിലായത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇയാളെ നേരത്തെ മോഷണക്കുറ്റത്തിന് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ആളാണ് എന്നുള്ളതാണ്. കോട്ടയം നഗരത്തിലെ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളും അദ്ദേഹത്തിനുണ്ട്. വിജയകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മീര എന്നിവരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ മകൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ മകനെ കണ്ടെത്തിയിരുന്നു. വീടിൻ്റെ 2 മുറികളായിട്ടാണ് മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.